ഡിയർ സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കരിയർ പ്ലാനിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കരിയർ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. എന്തായിരുന്നു കരിയർ പ്ലാനിങ്? ഇറ്റ് ഈസ് ആൻ ഓൺഗോയിങ് പ്രോസസ് ത്രൂ വിച്ച് ആൻ ഇൻഡിവിജ്വൽ സെറ്റ്സ് ഗോൾസ് ആൻഡ് ഐഡൻറ്റിഫൈസ് ഓപ്പർച്യൂണിറ്റീസ് ടു അച്ചീവ് ദം. കരിയർ പ്ലാനിങ് എന്നുള്ളത് ഓൺഗോയിങ് പ്രോസസ്സാണ്. അതിൽ എംപ്ലോയീസ് എന്താണ് ചെയ്യുന്നത്? അവരുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ, ഗോൾസ് സെറ്റ് ചെയ്യുകയും അത് അച്ചീവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യുകയാണ്. ഇനി എന്താണ് കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് നോക്കാം. കരിയർ പ്ലാനിങ്ങിൽ നമ്മൾ നമ്മുടെ കരിയറായിട്ട് ബന്ധപ്പെട്ട ഗോൾസ് സെറ്റ് ചെയ്തു. ഇനി ആ ഗോൾസ് എന്ത് ചെയ്യണം? നമുക്ക് അച്ചീവ് ചെയ്യണം. അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരുപാട് സ്കിൽസും ക്വാളിഫിക്കേഷനും നമ്മൾ അഡീഷണലായിട്ട് അക്വയർ ചെയ്യണം. ആ ഒരു പ്രോസസ്സാണ് കരിയർ ഡെവലപ്മെൻറ്റ്. നമ്മുടെ കരിയറായിട്ട് ബന്ധപ്പെട്ട ഗോൾസിനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണലായിട്ട് നേടിയെടുക്കേണ്ട സ്കിൽസും ക്വാളിഫിക്കേഷനും മീറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കരിയർ ഡെവലപ്മെൻറ്റ്. Career development is a formal, organized and planned effort by an organization to achieve a balance between individual career needs and organizational workforce requirements. ഇൻഡിവിജ്വലിൻ്റെ കരിയർ നീഡ്സും അതുപോലെ ഓർഗനൈസേഷൻ്റെ വർക്ക് ഫോഴ്സ് റിക്വയർമെൻറ്റ്, ഓർഗനൈസേഷനിൽ എത്രത്തോളം എംപ്ലോയീസിൻ്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ ആവശ്യമുണ്ട്, ആ ഒരു റിക്വയർമെൻറ്റും തമ്മിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ എടുക്കുന്നൊരു പ്ലാൻഡ് ആയിട്ടുള്ള എഫേർട്ടിനാണ് കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെ കരിയറായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾ അച്ചീവ് ചെയ്യണം. അതുപോലെ തന്നെ ഓർഗനൈസേഷന് ഒരു ആവശ്യമുണ്ട്, അവർക്ക് സ്കിൽഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വേണം. അപ്പോൾ ഈ രണ്ട് ആവശ്യങ്ങളും ഒരുപോലെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ എടുക്കുന്ന പ്ലാൻഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു എഫേർട്ടിനെ പറയുന്ന പേരാണ് കരിയർ ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഇൻവോൾവ്സ് ദി പ്രോസസ് ഓഫ് ഹെൽപ്പിംഗ് ദി എംപ്ലോയീസ് ടു അക്വയർ ന്യൂ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് ടു മീറ്റ് ദെയർ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ജോബ് റിക്വയർമെൻറ്റ്. കരിയർ ഡെവലപ്മെൻറ്റിലൂടെ എംപ്ലോയീസിന് ഒരുപാട് ഹെൽപ്പ് കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഹെൽപ്പ് കിട്ടുന്നത്? അവർക്ക് പുതിയ സ്കിൽസും ക്വാളിഫിക്കേഷനും അക്വയർ ചെയ്യാൻ, എംപ്ലോയീസിൻ്റെ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ജോബ് റിക്വയർമെൻറ്റ്സിനെ മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പുതിയ സ്കില്ലുകളും ക്വാളിഫിക്കേഷനും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടെയാണ് കരിയർ ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഇൻവോൾവ്സ് കണ്ടിന്യൂസ് ലേണിംഗ്, seeking new opportunities and finding ways to contribute to the organization in productive and motivated fashion. എംപ്ലോയീസ് പുതിയ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുകയും അതുപോലെ തന്നെ അതിലൂടെ ആ ഒരു ഓർഗനൈസേഷന് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് പർപ്പസ് ഇസ് ടു ഇൻക്രീസ് കറന്റ് പെർഫോമൻസ് ആൻഡ് എനേബിൾ ഇൻഡിവിജ്വൽസ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർഗനൈസേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കരിയർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത്? ഓർഗനൈസേഷൻ്റെ റിക്വയർമെൻറ്റും അതുപോലെ എംപ്ലോയീസിൻ്റെ കരിയർ നീഡ്സും തമ്മിലൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യണം. ഇതിലൂടെ ഓർഗനൈസേഷനും അഡ്വാൻറ്റേജ് കിട്ടണം, എംപ്ലോയീസിനും അഡ്വാൻറ്റേജ് കിട്ടണം. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ കരിയർ ഡെവലപ്മെൻറ്റിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ കറണ്ട് പെർഫോമൻസിന് ഇൻക്രീസ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, ഇതിലൂടെ ഒരു ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയും വേണം. അവരുടെ പ്രസൻറ്റ് പെർഫോമൻസ് ഇംപ്രൂവ്ഡ് ആയാൽ മാത്രമേ അവർക്ക് ഫ്യൂച്ചറിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയുള്ളൂ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദി ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻസ് ടു മീറ്റ് കരിയർ ആസ്പിറേഷൻസ് ആൻഡ് ജോബ് റിക്വയർമെൻറ്റ്. കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യുന്നതാണ്. അതിൽ ഇൻഡിവിജ്വലിൻ്റെ എഫേർട്ടും ഉണ്ടാവുന്നുണ്ട്, ഓർഗനൈസേഷൻ്റെ എഫേർട്ട് ഉണ്ടാവുന്നുണ്ട്. ഇൻഡിവിജ്വൽ അവരുടെ കരിയർ ആസ്പിറേഷൻസ് മീറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഓർഗനൈസേഷൻസോ അതിലൂടെ ഇൻഡിവിജ്വൽസിന് ഉപയോഗപ്പെടുത്തിയിട്ട് അതിൻ്റെ ബെനിഫിറ്റ് ഓർഗനൈസേഷന് കിട്ടുന്ന രീതിയിൽ ഈ ഒരു ആക്ടിവിറ്റീസിനെ മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. The one of the important aspect of career development is that every employee must accept his or her responsibility for development. നമ്മൾ പറഞ്ഞു കരിയർ ഡെവലപ്മെൻറ്റിൽ ഇൻഡിവിജ്വൽസും ഓർഗനൈസേഷൻസും എഫേർട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ എഫേർട്ട് ഇൻഡിവിജ്വൽസിൻ്റെ സൈഡിൽ നിന്നാണ് വരേണ്ടത്. കാരണം ഇൻഡിവിജ്വൽസിൻ്റെ കരിയർ ഗോൾസാണ് അച്ചീവ് ചെയ്യേണ്ടത്. അപ്പോൾ അവരെന്ത് ചെയ്യണം?
ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓർഗനൈസേഷൻ കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റായിട്ട് ആക്സെപ്റ്റ് ചെയ്യുകയും അത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും വേണം. അപ്പോൾ കരിയർ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. കരിയർ പ്ലാനിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ജസ്റ്റ് തിങ്കിങ് ആണ്, പ്ലാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കരിയർ ഗോൾ എന്താണെന്ന് സെറ്റ് ചെയ്യുകയും അതിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പ്ലാനിങ് മാത്രമാണ് നടക്കുന്നത്. പക്ഷേ കരിയർ ഡെവലപ്മെൻറ്റിൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള പുതിയ പുതിയ സ്കില്ലുകളും ക്വാളിഫിക്കേഷൻസും നമ്മൾ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിലേക്ക് എന്താണ് ഒരു ഡെവലപ്മെൻറ്റ് വരികയാണ് ചെയ്യുന്നത്. അതാണ് കരിയർ ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് എന്തൊക്കെയാണ് കരിയർ ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് നോക്കാം. മെയിനായിട്ട് 5 സ്റ്റെപ്സാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, കരിയർ ഓറിയൻറ്റേഷൻ. ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഒരു ഏരിയയെക്കുറിച്ച് നമ്മൾ എന്താ ചെയ്യുക, ഒരു അവെയർനെസ് കൊടുക്കുക. അത് തന്നെയാണ് കരിയർ ഓറിയൻറ്റേഷൻ. ഇവിടെ എംപ്ലോയീസിനാണ് ഓറിയൻറ്റേഷൻ കൊടുക്കുന്നത്. ഓറിയൻറ്റ് ദി എംപ്ലോയി ടുവാർഡ്സ് വേരിയസ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദി ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷനിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവരുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് അവർക്കൊരു ഓറിയൻറ്റേഷൻ ക്ലാസ് കൊടുക്കുക. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു എംപ്ലോയിക്ക് എനിക്ക് ഇന്ന ക്വാളിഫിക്കേഷൻസ്, ഇന്ന സ്കില്ല് ഞാൻ നേടിയെടുത്താൽ ഈ ഒരു ഓർഗനൈസേഷനിൽ തന്നെ ഇത്രയും ടോപ്പിലുള്ള ഒരു പൊസിഷനിലേക്ക് എത്താം എന്നുള്ളൊരു ബോധം എംപ്ലോയീസിന് ഉണ്ടാവുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കുന്നത്. അതാണ് കരിയർ ഡെവലപ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ സ്റ്റേജ്. സെക്കൻഡ് വൺ, കരിയർ മാപ്പിംഗ്. It is an analysis of the fitness of various employees for different careers based on their skills, abilities, career objectives, etc. ഈ ഒരു സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്? ഓർഗനൈസേഷൻ ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്യുകയാണ്. അവിടെ എംപ്ലോയീസിനെ സ്കില്ലും അതുപോലെ ഡിഫറെൻറ്റ് കാരിയേഴ്സിനെ തമ്മിൽ ഒരു അനലൈസ് ചെയ്യുകയാണ്. ഇന്ന കരിയറിലേക്ക് എത്ര ക്വാളിഫിക്കേഷനുള്ള ഏതൊക്കെ എംപ്ലോയീസ് ഫിറ്റാണ്, മാച്ചാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു അനാലിസിസ് ആണ് നടത്തുന്നത്. ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് പൊസിഷൻസ്, ഒരുപാട് കാരിയേഴ്സ് ഉണ്ടാവും. അവിടെയുള്ള എംപ്ലോയീസിൻ്റെ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ സ്കിൽസ്, എബിലിറ്റീസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോ കരിയറിനും മാച്ച് ആയിട്ടുള്ള ഫിറ്റായിട്ടുള്ള എംപ്ലോയി ഏതാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്ന സ്റ്റേജാണ് കരിയർ മാപ്പിംഗ്. തേർഡ് വൺ, കരിയർ ഗൈഡൻസ്. കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരുപാട് വാക്കൻസീസ്, ഹയർ ആയിട്ടുള്ള കരിയേഴ്സ്, പൊസിഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച്, അതിലേക്ക് എത്താൻ വേണ്ട മാർഗങ്ങളെക്കുറിച്ചുള്ളൊരു ക്ലാസ്, ഒരു ഗൈഡൻസ്, കൗൺസിലിംഗ് ഒക്കെ എംപ്ലോയീസിന് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഈ HR മാനേജർക്ക് വേണമെങ്കിൽ വർക്ക്ഷോപ്പുകൾ, സെമിനാറുകളൊക്കെ കണ്ടക്ട് ചെയ്യാം. ഈ വർക്ക്ഷോപ്പുകളിലൊക്കെ ഈ ഡിഫറെൻറ്റ് കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ഡിഫറെൻറ്റ് ടാസ്കുകളെ കുറിച്ച് അതുപോലെ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞ് എംപ്ലോയീസിന് ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ജസ്റ്റ് ഒരു ഓറിയൻറ്റേഷനാണ് കൊടുത്തത്. ഓർഗനൈസേഷനിൽ എന്തെല്ലാം കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഓറിയൻറ്റേഷൻ. രണ്ടാമത്തെ സ്റ്റേജിലോ ഓർഗനൈസേഷൻ ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിൻ്റെ സ്കില്ല്, എബിലിറ്റീസ് എന്തൊക്കെയാണ്, അവിടെ ഓരോ കരിയർ പൊസിഷനിലേക്ക് ഫിറ്റായിട്ടുള്ള എംപ്ലോയീസ് ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു അനാലിസിസ് കണ്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. തേർഡിലോ ഈ എംപ്ലോയീസിന് നമ്മൾ ഗൈഡൻസ് ആണ് കൊടുക്കുന്നത്. ഒരുപാട് വർക്ക്ഷോപ്പുകൾ, സെമിനാറുകളൊക്കെ കണ്ടക്ട് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സ്റ്റേജാണ് കരിയർ ഗൈഡൻസ്. Fourth one, career planning. It is an ongoing process through which an individual sets goals and identifies opportunities to achieve them. ഒരു ഇൻഡിവിജ്വൽ അയാളുടെ കരിയർ ഗോൾ, അയാളുടെ കരിയറുമായി ബന്ധപ്പെട്ട അയാളുടെ ലക്ഷ്യങ്ങളെ സെറ്റ് ചെയ്യുകയും അതുപോലെ അത് അച്ചീവ് ചെയ്യാൻ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് മുന്നിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് കരിയർ പ്ലാനിങ്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? ഓർഗനൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കരിയർ പ്ലാനിങ്ങിലൂടെ ഓർഗനൈസേഷനും ബെനിഫിറ്റ് ഉണ്ട്, എംപ്ലോയീസിനും ബെനിഫിറ്റ് ഉണ്ട്. ഫിഫ്ത്ത് വൺ, കരിയർ സ്ട്രാറ്റജീസ്. Career strategy include identifying right company that one wants to work for, the position or job in which he is expected to work, ability to impress superiors, building teamwork, etc. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? ആ പ്ലാനിങ് ഇംപ്ലിമെൻ്റ് ചെയ്യണം അല്ലേ? അത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് സ്ട്രാറ്റജീസ്,
ടെക്നിക്കുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. നമ്മുടെ ഗോള് അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് ആവണമെന്നില്ല. അതിന് ഒരുപാട് എഫേർട്ട് നമ്മൾ എടുക്കണം. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ട്രാറ്റജീസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. നമ്മുടെ ഗോള് അച്ചീവ് ചെയ്യാൻ മാത്രം സ്യൂട്ടായിട്ടുള്ള കമ്പനിയെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ തന്നെ ഏത് ജോബാണ് അല്ലെങ്കിൽ ഏത് പൊസിഷനാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ എന്താണ്, സുപ്പീരിയേഴ്സിനെ ഇംപ്രസ് ചെയ്യാം. അതുപോലെ ഒരു ടീം വർക്ക് ബിൽഡ് ചെയ്യുക, ലീഡർഷിപ്പ് ക്വാളിറ്റി ബിൽഡ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരുപാട് സ്ട്രാറ്റജീസ് നമ്മൾ നേടിയെടുക്കണം. ഏതൊരു എംപ്ലോയിക്കും അയാളുടെ കരിയറുമായി ബന്ധപ്പെട്ടൊരു ഗോൾ ഉണ്ടാവും. അങ്ങനെ ഗോൾ ഉണ്ടായാൽ മാത്രമേ അയാളുടെ കരിയറിൽ അയാൾക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഒരുപാട് സ്റ്റേജിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കരിയർ ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസ് നമ്മൾ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മൾ പറയുന്നത് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് വേസ് ഓഫ് പ്രൊവൈഡിങ് കരിയർ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ കരിയർ ഡെവലപ്മെൻറ്റ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു കരിയർ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ഓർഗനൈസേഷൻ്റെ ഒരു പ്ലാൻഡ് എഫേർട്ടാണ് അല്ലേ. എന്തിനു വേണ്ടിയിട്ട്? എംപ്ലോയീസിന് അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക, അതിലൂടെ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഏതെല്ലാം രീതിയിൽ ഓർഗനൈസേഷൻ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എംപ്ലോയീസിൻ്റെ കരിയറായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്താൽ മാത്രമേ അവരുടെ കരിയറിൽ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഏതെല്ലാം രീതിയിൽ ഒരു ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എംപ്ലോയീസിൻ്റെ മുകളിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, ട്രെയിനിങ്. ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുക. എംപ്ലോയീസിന് എന്ത് ചെയ്യുക, ട്രെയിനിങ്ങുകൾ കൊടുക്കുക. അതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ ചെയ്യുന്ന വർക്കുകളിൽ എഫിഷ്യൻസി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദെൻ എക്സ്റ്റേണൽ സെമിനാർസ്. പുറത്തുള്ള ഓർഗനൈസേഷൻ, പുറമേയുള്ള ബിസിനസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സെമിനാറുകളിൽ, വർക്ക്ഷോപ്പുകളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ. തേർഡ് വൺ, വർക്ക്ഷോപ്പുകൾ. ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ പല സമയങ്ങളിലായിട്ട് ഒരുപാട് വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുക. അതിലൂടെ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ഓറിയൻറ്റേഷൻസും ട്രെയിനിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഫോർത്ത് വൺ, മെൻറ്ററിങ്. മെൻറ്ററിങ് എന്ന് പറയാൻ നമുക്കറിയാം ഇറ്റ് ഈസ് എ പ്രോസസ്സ്. ഇതൊരു പ്രോസസ്സാണ്. ഓർഗനൈസേഷനിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസും ഉണ്ടാവും, ലെസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസും ഉണ്ടാവും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ മെൻറ്റേഴ്സാണ്. അതുപോലെ ലെസ് എക്സ്പീരിയൻസ് കുറഞ്ഞ ആളുകൾ മെൻറ്റീസാണ്. അപ്പോൾ ഈ എക്സ്പീരിയൻസുള്ള ആളുകൾ എന്ത് ചെയ്യും, എക്സ്പീരിയൻസ് കുറഞ്ഞ ആളുകളെ അപ്രോച്ച് ചെയ്തിട്ട് അവരുടെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടൊക്കെ കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് മെൻറ്ററിങ്. ഫിഫ്ത്ത് വൺ, നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ്. ഇപ്പോൾ വലിയ ബിസിനസ്സുകളൊക്കെ ആകുമ്പം പലപ്പോഴും പല ഈവൻറ്റുകളും കണ്ടക്ട് ചെയ്യും. വലിയ ബിസിനസ്സുകൾ അല്ലെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ തന്നെ ബ്രാഞ്ചുകളൊക്കെ ഒരു സമയത്ത് ഒന്നിച്ച് മീറ്റ് ചെയ്യുന്നൊരു ഇവൻറ്റുകൾ കണ്ടക്ട് ചെയ്യും. അപ്പോൾ ആ മീറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്ടുകളെ നമുക്ക് പരിചയപ്പെടാനും അവരുടെ അടുത്ത് നിന്ന് ഒരുപാട് ആവശ്യമായിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളും സ്വീകരിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടും. ദെൻ ലാസ്റ്റ് വൺ, സ്ട്രക്ചേർഡ് ഇൻ ഹൗസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. ഈ ഒരു പ്രോഗ്രാം ഇതൊരു ട്രെയിനിങ് ആണ്. ഈ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് പുതിയ പൊസിഷനിലേക്ക് എത്തുന്ന എംപ്ലോയീസാണ്. അപ്പോൾ ലോവർ പൊസിഷനിൽ നിന്ന് പുതിയൊരു പൊസിഷനിലേക്ക് എത്തുന്ന എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത സംഭവമാണെന്ത്, ഇൻ ഹൗസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ ഒരു ഇൻഹൗസ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഹൗസ് ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാണ് എന്ത് ചെയ്യുന്നത്, പുതിയ പൊസിഷനിലേക്ക് എത്തുന്ന എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, ഏതെല്ലാം രീതിയിലാണ് ഓർഗനൈസേഷൻ എംപ്ലോയീസിന് അവരുടെ കരിയറിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ്. എന്തൊക്കെയാണ്, ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ ഇമ്പ്രൂവ് ചെയ്യാം, അവർക്ക് പുറമെയുള്ള സെമിനാറുകളിൽ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാം, നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ വർക്ക്ഷോപ്പുകളും ഗൈഡൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യാം, അവർക്ക് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ അടുത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് ഗൈഡൻസ് കൊടുത്തുകൊണ്ട് ഒരു മെൻറ്ററിങ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ ഇവൻറ്റുകൾ, വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇവൻറ്റുകൾ കണ്ടക്ട് ചെയ്യാം. ദെൻ സ്ട്രക്ചേർഡ് ഇൻ ഹൗസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇൻഹൗസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയിട്ട് പുതിയ പൊസിഷനിലേക്ക് തന്നെ എത്തുന്ന എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം.
ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് കരിയർ ഡെവലപ്മെൻറ്റ്. എന്തൊക്കെയാണ് കരിയർ ഡെവലപ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, കരിയർ ഡെവലപ്മെൻറ്റിൻ്റെ റോൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, റിസർച്ച് പ്രോഗ്രാംസ് ക്യാൻ ബി ടേക്കൺ ടു എൻഹാൻസ് ദി എംപ്ലോയീസ് കരിയർ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഒരുപാട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ഒരുപാട് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പം ഇങ്ങനെ റിസർച്ച് പ്രോഗ്രാംസുകളും ഗൈഡൻസും ഒക്കെ കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയീസിൻ്റെ കരിയറിൽ ഒരു എൻഹാൻസ്മെൻറ്റ്, ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സെക്കൻഡ് വൺ, എഡ്യൂക്കേഷൻ. ഇന്നത്തെ കാലത്ത് പല എംപ്ലോയീസ് എന്താണ് ചെയ്യുന്ന വർക്കിൽ മാത്രം സ്റ്റിക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അല്ല, മുന്നോട്ട് ഹയർ ആയിട്ടുള്ള പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ്. പലപ്പോഴും അവരെന്ത് ചെയ്യും? പുതിയ പുതിയ കോഴ്സുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ ക്ലാസ്സുകളൊക്കെ അറ്റൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്നുള്ള സംഭവം കൂടി എന്താണ് കരിയർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ദെൻ തേർഡ് വൺ, ഐഡൻറ്റിഫിക്കേഷൻ. The employee should pay attention to the other position at his company in case there is downsizing or a merge. അതായത് പലപ്പോഴും പല കമ്പനികളിലും ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. ചില കമ്പനികൾ എന്ത് ചെയ്യും? അവരുടെ സൈസ് കുറക്കാം, അല്ലെങ്കിൽ ചില കമ്പനികൾ എന്ത് ചെയ്യും? രണ്ട് കമ്പനികൾ തമ്മിൽ കൂടിച്ചേരാം, അതാണ് മെർജ്. രണ്ട് കമ്പനികൾ തമ്മിൽ കൂടിച്ചേരാം. അപ്പോൾ ആ സമയത്തൊക്കെ എന്താണ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ പല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാം, മെർജിൻ്റെയൊക്കെ സമയത്ത് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തെല്ലാം പുതിയ പൊസിഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം എംപ്ലോയി എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. എനിക്ക് എന്തെല്ലാം അവസരങ്ങൾ എൻ്റെ മുന്നിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു കൃത്യമായിട്ടുള്ള അവെയർനെസ്, കൃത്യമായിട്ടുള്ളൊരു ബോധ്യം ഈ ഒരു എംപ്ലോയിക്ക് ഉണ്ടായിരിക്കണം. ഫോർത്ത് വൺ, സിഗ്നിഫിക്കൻസ്. It is better to ask to the supervisor about other jobs he want to do. എംപ്ലോയീസ് എപ്പോഴും എന്ത് ചെയ്യണം? അയാളുടെ സൂപ്പർവൈസറുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അയാളുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യണം? ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. ആ ഒരു ഓർഗനൈസേഷനിൽ എൻ്റെ ക്വാളിഫിക്കേഷന്, എൻ്റെ സ്കില്ലിന് സ്യൂട്ടായിട്ടുള്ള ഏതെല്ലാം ജോലി ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ സൂപ്പർവൈസറുമായിട്ട് സംസാരിച്ചിട്ട് മനസ്സിലാക്കി വെക്കണം. ഫിഫ്ത്ത് വൺ, പൊട്ടൻഷ്യൽ. Evaluating an individual's resume can make an employer to realize just how much of an asset he may be to the company. അപ്പോൾ പലപ്പോഴും നമുക്കറിയാം റെസ്യൂമെ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഒരു ഓർഗനൈസേഷനിലൊക്കെ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ റെസ്യൂമെ സെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ റെസ്യൂമെയിൽ നമ്മുടെ ക്വാളിഫിക്കേഷനും നമുക്കുള്ള എക്സ്ട്രാ ആയിട്ടുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു എംപ്ലോയർക്ക് ആ ഒരു റെസ്യൂമെ കണ്ടാൽ മനസ്സിലാവണം ഈ ഒരു എംപ്ലോയിയുടെ പൊട്ടൻഷ്യൽ എന്താണ്, എബിലിറ്റി എന്താണെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള റെസ്യൂമെ ആയിരിക്കണം നമ്മളവിടെ കൊടുക്കേണ്ടത്. ദെൻ നെറ്റ്വർക്കിംഗ്. ദി എംപ്ലോയീസ് ആർ റിക്വയർഡ് ടു അറ്റൻഡ് കോൺഫറൻസസ് ആൻഡ് മീറ്റിംഗ് വിത്ത് അതർ കമ്പനീസ്. എംപ്ലോയീസ് എപ്പോഴും എന്ത് ചെയ്യണം? പുറമേയുള്ള കമ്പനീസ് നടത്തുന്ന, പുറമേയുള്ള ബിസിനസ്സുകൾ നടത്തുന്ന വലിയ വലിയ കോൺഫറൻസുകളും മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ അറ്റൻഡ് ചെയ്താൽ മാത്രമേ അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുള്ളൂ. അവരുടെ കരിയറിൽ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ടും ഓപ്പർച്യൂണിറ്റീസൊക്കെ ഇതിലൂടെ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റോൾ ഓഫ് കരിയർ ഡെവലപ്മെൻറ്റ്. കരിയർ ഡെവലപ്മെൻറ്റ് നടത്തുന്നതിൻ്റെ റോള്, പ്രാധാന്യം, അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.